ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയില്ല, ഒരു ചാറ്റൽ മഴയോടുള്ള ഒരു ദിവസമാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലത്തെ കാര്യമൊന്നുമില്ല, ഉച്ചക്കത്തെ കാര്യങ്ങളും സ്കൂളിലില്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ടായ കുമ്പളങ്ങ കേട്ടോ, കസിൻ കൊടുന്നതാണ്. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിബിദിനൊക്കെയല്ല വരുന്നത്. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെക്കേഷൻ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് മിസ്സ് പാട്ടൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. KG സ്റ്റുഡൻസിന് പ്രോഗ്രാമും കാര്യമൊക്കെ ഉണ്ടാവും കേട്ടോ നബിദിനത്തിനോടനുബന്ധിച്ചിട്ട്. അപ്പോൾ നമുക്ക് നബിദിനം വരുമ്പോൾ നൊസ്റ്റാൾജിക് ഫീലാണ്. പണ്ട് നമ്മൾ മദ്രസക്ക് പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അന്ന് ഞങ്ങളെ ഉസ്താദ് എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങൾക്കും ജീവിതത്തിൽ അത് ഉപകാരപ്പെട്ടാലോ. എൻ്റെ കുട്ടികൾ പറഞ്ഞിട്ട് കേട്ടോ, ഉസ്താദ് തുടങ്ങുക, എൻ്റെ കുട്ടികൾ വലിയതാവുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഇതേപോലെ നിഷ്കളങ്കമായി കൊണ്ട് നടക്കണം എന്ന് പറയും ഉസ്താദ്. മനസ്സ് ഒന്നും വെക്കാതെ, അതായത് ആരോടും പകയും വിദ്വേഷവും കുറ്റും കുഞ്ഞായ്മയും ഒക്കെ പറയും കേട്ടോ ഉസ്താദ്. അങ്ങനെ പറയുക, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ആരെങ്ങളെ കൊല്ലാൻ നോക്കിയൊരു അതായത് അത്രയ്ക്കും ക്രൂരമായി ചിന്തിക്കാൻ പറ്റുന്നവർ വരെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അവരോട് പോലും നമുക്ക് ദേഷ്യമോ വിദ്വേഷമോ ഒന്നും പാടില്ല. എപ്പോഴും നമ്മളെ ഹൃദയം ഇന്നെങ്ങനെ നിങ്ങളെ മനസ്സ് അതുപോലെ ആയിരിക്കണം. നിങ്ങൾ വലുതാവും തോറും, വലുതായി കഴിഞ്ഞൊരു പക്വതയുള്ള പ്രായമായാലും ആരോടും ഒരു ദേഷ്യമോ അതോ വെക്കരുത്. ഹൃദയം എപ്പോഴും ശുദ്ധിയായിരിക്കണം. ഏറ്റവും നല്ലൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു മനസ്സിനുടമയാണ് ഏറ്റവും നല്ലൊരു വ്യക്തിയെന്ന് അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഉസ്താദ് തന്നെ പറയൂ, ചിലവരുണ്ടാവും ഒരുപാട് സുന്നത്തും ഫറളൊക്കെ നിസ്കരിക്കണം, ഔറത്ത് ഒരു തരി മുടി പോലും കാണിക്കാതെ നടക്കണവരും, അതേപോലെ നോമ്പ് നോൽക്കണവരും നല്ല രീതിയിൽ മാത്രം, പക്ഷെ ഉള്ളവരുടെ കുറ്റം മുഴുവൻ പറയുക. അതേപോലെ ഈബത്ത് നമീമത്ത്, മറ്റുള്ളവരുടെ കുറ്റവും കാര്യങ്ങളും കുറവുകളും പറയാം. അവരത് കേട്ടാൽ ഇവരോട് പറയാം, ഇവിടുത്തെ കേട്ടാൽ അവിടെ. ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയും ഒരുപാട് നിസ്കരിച്ചിട്ടോ നോമ്പോട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ട, നോമ്പൊലിക്കണ്ട, മുടി കാണിച്ച് അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അതൊക്കെ ചെയ്തിട്ടും നമ്മൾ പെർഫെക്റ്റ് അല്ല എന്നൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഹൃദയം നന്നാവലാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയായിട്ട് ഞങ്ങളോട് ഉസ്താദ് പറയുക, ഏത് രീതിയിൽ പോയാലും നമ്മൾ ഏത് വഴിയിലൂടെ ജീവിതത്തിൽ ഏതെല്ലാം യാത്രയിൽ നമുക്ക് പോകേണ്ടി വരുന്നുള്ള സാഹചര്യം നമുക്കറിയില്ല. ഏത് ഇതിൽ പോവേണ്ടി വന്നാലും നമ്മൾ ആയിരിക്കണം. നമ്മളുടെ മനസ്സ്, നമ്മളുടെ രീതികൾ, നമ്മളുടെ ചിട്ടകൾ, ഇതൊന്നും നമ്മൾ വേറൊരു കാര്യത്തിന് മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് ഉസ്താദ് പറയുക. അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ആരെന്ത് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ആരെങ്ങനെ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും പെർഫെക്റ്റ്. നമ്മുടെ മനസ്സിൽ ആരോടും ഒരു ദേഷ്യമില്ല, പകലെ വിദ്വേഷമില്ല, ഒന്നുമില്ല. നമ്മൾ ഫ്രീ മൈൻഡായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇത് ഞാൻ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. എന്നും ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് എനിക്ക് നല്ലൊരു പ്രചോദനം തന്നെയാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളോട് എന്ത് തെറ്റ് ചെയ്തവരായിക്കോട്ടെ, നമ്മളത് പുറത്തെടുത്തിട്ട് നമ്മൾ ബി കെയർഫുൾ. നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കുമ്പളങ്ങക്കറി വെന്തിട്ടുണ്ട്. പിന്നെ നമ്മളത് കുക്കറിൽ വെക്കുള്ള ചട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അത് നല്ല ഫ്രഷ് മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ, പഞ്ഞീനൊക്കെയുള്ള തള്ളമത്തി. അപ്പോൾ അതും അങ്ങനെ ഫ്രൈ ചെയ്യായിട്ടിട്ടുണ്ട്. ഇനി ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്ന് പെട്ടെന്ന് പണിക്ക് തീർന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഈ ഒരുത്തന് തലക്ക് ചൊറിഞ്ഞ് ആകെ ഇറിറ്റേഷനായി നടക്കട്ടെ. മുടി നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു മുടി ഒന്ന് കൊണ്ടുപോയി വെട്ടിച്ചേരാതായാലും പെട്ടെന്ന് പണിക്ക് തീർന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇരുന്നിട്ടല്ലേ മുടിയിട്ടല്ലേ, ഞങ്ങൾ നിന്നിട്ടാട്ടാ. കാരണം ഞങ്ങളെ മുടിയിട്ട ആളൊന്നും മാറിയിരിക്കണ്. അപ്പോൾ ഇയാളായിട്ട് ഇങ്ങനെ ടച്ചായി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ദേഷ്യവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉറക്കം വന്ന ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതൊന്നും പറ്റണില്ല. ലാസ്റ്റ് വെള്ളമടിച്ചപ്പോൾ പിന്നെ അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല. അവന് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ജെല്ലും കൂടെ ഫൈനലിയായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ വന്ന് ഉള്ള പഠിച്ചനോ ഓനൊന്ന് ഉറക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ടൈമുള്ളതുകൊണ്ട് ഫേസ് പാക്ക് ഇടാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവൻ്റെയാണ് ഫേസ് പാക്ക് ഇടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ട് ഫൈനൽ റിസൾട്ട് ഇതാട്ടോ.
അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കേണ്ടി വെച്ചിട്ട് ഒന്ന് പോസ് ചെയ്യണേ. ഞാൻ വെറുതെ പറയില്ല, നല്ല സ്കിൻ നല്ല ബ്രൈറ്റായിട്ട് തോന്നും, നമുക്കൊന്ന് ഫ്രഷ് ആയ ഫീലിംഗ് കിട്ടും കേട്ടോ. അപ്പോൾ ലിങ്ക് എല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നെ ഞാനിന്ന് കറി ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ രാവിലത്തെ സ്റ്റൂ മത്തി പൊരിച്ചത്. ഇത് പിന്നെ വൈകിട്ടേക്ക് ഗോതമ്പ് നുറുക്ക് ഉണ്ടാക്കിയത് കേട്ടോ. ഗോതമ്പ് വേവിച്ചത്, അതിക്ക് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇലുവിൻ്റെ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് അതൊക്കെ കഴിക്കണം. മക്കൾക്ക് നല്ല ഇഷ്ടം കേട്ടോ, ഹെൽത്തായൊരു ഫുഡല്ലേ. അപ്പോൾ ചാനൽ ഇഷ്ടമാവണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.